എന്ത് നല്ലപോലെ കാണാനും പറ്റുന്നില്ല. അയ്യോ അടിച്ച് പഴിപ്പിച്ച് കളഞ്ഞല്ലേ നീ. കാണിച്ചു കൂട്ടാനാ നിന്റെ മോന്റെ ഓരോ ലീലാവിലാസങ്ങൾ കാണുമ്പോൾ നോക്കി പോകുന്നതാണേ. ചെറുപ്പം കാലത്ത് കാണിച്ച് നിങ്ങളെക്കാട്ടിൽ എന്തായാലും ഇല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയത്? അതും ശരിയാണേ. ചെറുപ്പം കാലം വയസ്സാം കാലം ഒന്നും ഇല്ല. നിന്റെ കൂട്ടിങ്ങനെ മുടിയും കറപ്പിച്ച് ബ്യൂട്ടീഷ്യനും ഒക്കെ ചെയ്ത് നടക്കാനാന്നുണ്ടെങ്കിൽ അതിനേ സമയം കാണത്തുള്ളൂ. നിങ്ങളുടെ കൂടെ അല്ലയോ ജീവിതം 10-60 വർഷം കൊണ്ട്. നാട്ടുകാരെ പരദൂഷം കഴിഞ്ഞ് ഇനിയിപ്പോ സ്വന്തം മോന്റെ പരദൂഷം എടുത്ത് വെക്കുക. പറഞ്ഞാ നീ വിശ്വസിക്കുവോ? അവനങ്ങേപ്പുറത്തെ ആശാകിടം ഓടെ കൂടെ അവിടെ നിന്ന് കൊഞ്ഞുന്നു കഴിയുന്നു ചാടുന്നു ആടുന്നു. എങ്ങനെ കൊഞ്ചി കുഴയാതെ ഇരിക്കുമെന്നായി പറയുന്നത്? പണ്ട് ഫോണിനകത്ത് ചാർജ് കുത്തിയിട്ടപ്പം ബാറ്ററി ഫുള്ളെന്ന് കാണിച്ചപ്പം വീഡിയോ ഫുള്ളെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ കാണിച്ച അക്രമങ്ങൾ ചില്ലറയും ചില്ലനുമാണോ? അതിന്റെ മോനല്ലയോ അവൻ? പിന്നെ കാട്ടുകോഴിക്കുണ്ടാവുന്നത് കൊളക്കോഴിയായി പോവോ മനുഷ്യ? പോവോ? സ്വന്തം മോനെ ഇങ്ങനെ എത്തി നോക്കി അവന്റെ കൊച്ചുചോളയും പറഞ്ഞ് നടക്കുന്ന നിങ്ങളെ പിന്നെ എന്തോ പറയാനാ? പണ്ട് ഫോണിനകത്ത് സിം 1 കോഡ് വരുന്നെന്നും പറഞ്ഞ് സിമി വിളിക്കുന്നെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കപ്പുറത്ത് ഇല്ലാതെ മയിലാടും പറയുടെ മണ്ടയ്ക്ക് കേറി ഓടി. അവിടുന്നാണെങ്കിൽ കാലിന്റെ ടിവിയിൽ എത്ര മാസം നിങ്ങള് നിന്നും നടന്നും വേദന അനുഭവിച്ചു. അന്ന് നിങ്ങളെ ആരാ രക്ഷിച്ചേ? ആ മാരൂരെ കൊച്ചു സനില് ആ പൊന്നുമോൻ രക്ഷിച്ചത് കൊണ്ടല്ലയോ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങളങ്ങ് വിട്. ആയ കാലത്ത് നിങ്ങൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്? അതിന്റെ ഇത്ര ഈ പിള്ളേരൊന്നും ഈ കാലത്ത് കാണിച്ചിട്ടില്ലല്ലോ. ആയ കാലത്തെന്ന് പറഞ്ഞാലോ ഈ പാർവതിയെ നിന്നെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണോ? ഈ പറഞ്ഞ കാലുവിജയന്റെ മോശനുണ്ടല്ലോ, അവന്റെ തന്തയുണ്ടല്ലോ കാലൻ, അവനോട് ചോദിച്ചാൽ മതി. അവൻ എന്റെ വലം കൈയായിരുന്നു. ഓമ്പേല പരമുതാകാന്ന് പറഞ്ഞ നിറയ്ക്കാത്ത ആൾക്കാരില്ല. എത്താത്ത കോളനികളെല്ലാരും അറിയാം. എല്ലാം ഒഴിവാക്കിയിട്ട് വന്നതാണ്. ഞാൻ ആരാരും ആലോചിക്കുന്നു ഉണ്ടല്ലോ. പിന്നെ എന്താ ഒരു വിഷമം വരുമെന്നറിയാവോ? ഞാനിപ്പോ വെറും പരം